അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനയല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനയല്ല. സാത്താന്യ ശക്തി എന്മേൽ, ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 20-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം ജയത്തിൻ്റെ കൊടിയെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ജയത്തിൻ്റെ കൊടി, 20-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. ഒന്നാമത് ഉയർത്തേണ്ട കൊടി ജയക്കൊടിയാണ്. ജയക്കൊടി, നല്ല വാക്ക് പറയാം, വിജയ വൈജയന്തി എന്ന് പറഞ്ഞാൽ ജയക്കൊടി എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല സുന്ദരമായ മലയാള പദം പഠിക്കണമെങ്കിൽ വിജയ വൈജയന്തി, വിജയത്തിൻ്റെ കൊടി, വിജയത്തിൻ്റെ കൊടി. ദ ബാനർ ഓഫ് വിക്ടറി, വിജയത്തിൻ്റെ കൊടി, ദ ബാനർ ഓഫ് വിക്ടറി. ദൈവത്തിന് സ്തോത്രം. ജയത്തിൻ്റെ കൊടി വായിക്കാം. 20-ാം സങ്കീർത്തനം 5-ാം വാക്യം. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. കർത്താവേ, നിൻ്റെ ജയത്തിൽ ഞങ്ങൾ ഘോഷിച്ചുല്ലസിക്കും. നീയാണ് ജയം തരുന്നത്. എനിക്ക് സ്വന്തമായി ജയിക്കാൻ കഴിവില്ല. ഞാൻ പരാജയമടഞ്ഞ മനുഷ്യനാണ്, ഞാൻ തോൽവിയടഞ്ഞ മനുഷ്യനാണ്. എനിക്കെന്നും തോൽവിയുള്ളൂ, ഞാൻ ജയിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ജയം തരാൻ നീ ഉണ്ട്. നിൻ്റെ നാമത്തിൽ ഞാൻ കൊടി ഉയർത്തും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ജയക്കൊടി നാട്ടും. ദൈവനാമത്തിൽ കൊടി ഉയർത്താൻ നമുക്ക് സാധിക്കും. നമുക്ക് ആരെയും താഴ്ത്തി കെട്ടണമെന്നില്ലല്ലോ. ആരെയും കഴിവുള്ളിടത്തോളം ഉയർത്തണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം. ദൈവമക്കൾക്ക് അങ്ങനെയാണ്. ഓരോരുത്തരും ഉയർന്നു വരണമെന്നാണ് ആഗ്രഹം. ഒരുപക്ഷേ നമ്മുടെ അഭിപ്രായത്തോട് ചേരാത്തവരും നമ്മുടെ ചിന്താഗതിയോട് ഒരുമപ്പെടാൻ പറ്റാത്തവരും അവരും ഉയർന്നു വരണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. കാരണം ദൈവമക്കളാണ്. ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് നമുക്ക് പുലർത്തുന്നത്. ഒരുപക്ഷെ നമുക്ക് ശത്രുക്കളായി കാണുന്നവർ അവരും ജയിച്ചു വരണം, അവരും പൊങ്ങി വരണം, അവരും വിജയശ്രീലാളിതരായിത്തീരണം, അവരും വീണ് കിടക്കരുത്, അവരും ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരണം, എല്ലാവരും രക്ഷപ്പെടണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. അവിടെ മതഭേദമില്ല. മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ദേശമോ ഒന്നും നോക്കാതെ എല്ലാവരും, ഭാഷയും നോക്കാതെ എല്ലാവരും
എല്ലാവരും ജയാളികളായി തീരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കാരണം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൻ്റെ ആഗ്രഹം അതാണ്. നാം എല്ലാവരും ജയാളികളായി തീരണം. ഞങ്ങൾ നിൻ്റെ ജയത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കുന്നു. ഞങ്ങളുടെ അല്ല ജയം നേടിയത് ഞങ്ങളല്ല കർത്താവെ, ഞാനല്ല ജയം നേടിയത്. ഞാൻ ജയം നേടിയത് കർത്താവെ, ഇപ്പോൾ എനിക്ക് മനസ്സിലാകും, നീയാണ് ജയം നേടിയത്. എൻ്റെ ബലഹീന പ്രകൃതിയെ നീ എടുത്ത് മാറ്റി ജയിക്കാനുള്ള പ്രകൃതിയാക്കി എന്നെ മാറ്റിയത് നിൻ്റെ കൃപയാണ്, നിൻ്റെ സ്നേഹമാണ്, നിൻ്റെ കുരിശിലെ സ്നേഹമാണ്. നീ കുരിശിൽ ചെറിഞ്ഞ രക്തത്താൽ എനിക്ക് ജയം നീ തന്നിരിക്കുകയാണ്. എൻ്റേതല്ല ജയം, ഞാൻ ജയിച്ചില്ല. ഞാൻ നോക്കിയാൽ തോൽക്കാനേ ഉള്ളൂ. എനിക്ക് എൻ്റെ സ്വന്തം സ്വഭാവം നോക്കിയാൽ ഞാൻ തോൽക്കാനേ ഉള്ളൂ. ഏതൊരു കാര്യത്തിലും എൻ്റെ തനി പ്രകൃതം നോക്കിയാൽ തോക്കേണ്ടവനാണ് ഞാൻ. ജയിക്കാനുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്കൊരു പശ്ചാത്തലമില്ല, എനിക്ക് വലിയ ആഭിജാത്യമൊന്നുമില്ല, എനിക്ക് വലിയ തറവാടിത്തമൊന്നുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു വിശുദ്ധന്മാരായ ദൈവമക്കളാരുമില്ല, എനിക്കൊരു പിൻബലമില്ല. പക്ഷേ എനിക്കുണ്ട് ഒരാൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആരാണത്? കർത്താവായ യേശു ക്രിസ്തു. എനിക്കൊരാളുണ്ട്, എനിക്ക് സ്വന്തമായ ഒരാളുണ്ട്. അവനെന്നെ ജയിപ്പിക്കും, അവനെ ജയത്തിലേക്ക് എന്നെ നടത്തും. നിൻ്റെ ജയത്തിൽ ഞാൻ ഘോഷം കൊള്ളുന്നു, ഘോഷിച്ചുല്ലസിക്കുന്നു. ജയം, നിൻ്റെ നാമത്തിൽ ഞാൻ കൊടിയുയർത്തും. ഞങ്ങൾ നിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു. ജയക്കൊടി. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സ്നേഹിതരെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പലരും പരാജയപ്പെട്ടവരല്ലേ? ജീവിതത്തിൽ പല പല കാര്യങ്ങളിൽ, ബിസിനസ്സിൽ പരാജയപ്പെട്ടവരുണ്ട്, കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സ്നേഹത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, ആത്മീയമായ രംഗത്ത് വിശ്വാസത്തിൽ പരാജയപ്പെട്ടവരുണ്ട്. പാപത്തിൻ്റെ കാര്യത്തിൽ ജയിക്കാൻ സാധിക്കാതെ പാപത്തിൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, ജയജീവിതം കിട്ടാത്തവരുണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ കോപം ഇതുവരെയും മാറാത്തവരുണ്ട്. വചനം കേൾക്കുമ്പോഴെല്ലാം ശാന്തമായിട്ടിരിക്കും, വേദപുസ്തകം കയ്യിലുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഒരു സന്ദർഭം വരുമ്പോൾ പെട്ടെന്നാണ് ചീറി അടുക്കുന്നത്, പെട്ടെന്നാണ് കോപം വന്ന് ചുണ്ടി കയറുന്നത്, പെട്ടെന്നാണ് പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ട് കുടുംബാന്തരീക്ഷങ്ങൾ പലപ്പോഴും കലങ്ങുകയാണ്. ജയമില്ല, ആത്മീയ ജീവിതത്തിൽ ജയമില്ല. ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നില്ല. ജയിക്കണം. നാം ജയാളികളായി തീരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മളെ ജയിപ്പിക്കാനാണ് കർത്താവ് തോൽവിയടഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? എന്നെ ജയിപ്പിക്കാനാണ് യേശു ക്രൂശിൽ തോൽവിയടഞ്ഞതിനെ പോലെ കിടന്നത്. പീലാത്തോസിൻ്റെ അരവനയിൽ വിസ്തരിക്കുമ്പോൾ അവിടെ പടയാളികൾ കർത്താവിനെ മുഖത്തേക്ക് തുപ്പുന്നു, ചിലരെ മുതുകത്തെ ഇടിക്കുന്നു, ചിലരെ ചാട്ടവാറുകൊണ്ട് അടിക്കുന്നു, ചിലരെ മുൾമുടി തലയിൽ വെച്ച് അടിക്കുന്നു. തലയോട്ടി തകർന്ന് ആ മുള്ള് അങ്ങ് തലയോട്ടിക്ക് അപ്പുറത്തേക്ക് പോകുന്നു. എത്രയോ വലിയ വേദനകൾ. എല്ലാം തോൽവിയല്ലേ? കർത്താവ് സാക്ഷാൽ ദൈവപുത്രന് ഒന്ന് വിചാരിച്ചാൽ ലഗിയോനുകൾ പോലെ ദൈവദൂതന്മാരെ കൂട്ടമായി ഗണമായി വരുമായിരുന്നല്ലോ. കർത്താവ് തോൽവിയടഞ്ഞവനായി. ജയിക്കാൻ ഒന്നും കർത്താവ് ചെയ്തില്ല. കർത്താവ് തോൽവിയടഞ്ഞവനായി കിടന്നു. എന്തിന്? പ്രിയപ്പെട്ടവർ, നിങ്ങൾ അത് മനസ്സിലാകട്ടെ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ കടക്കട്ടെ. യേശു തോൽവിയടഞ്ഞവനെ പോലെ കുരിശിൽ കിടന്നത്, കുരിശിൽ പിടഞ്ഞ് മരിച്ചത് എൻ്റെ തോൽവി ജയമാക്കി മാറ്റാനാണ്, എന്നെ ജയിപ്പിക്കാനാണ്, എൻ്റെ അശുദ്ധിയുടെ മേലെ എനിക്ക് ജയം തരാനാണ്, എൻ്റെ ദുശ്ശീലങ്ങളുടെ മേലെ എനിക്ക് ജയം തരാനാണ്, എൻ്റെ മദ്യപാനത്തിന് മേൽ ജയം തരാനാണ്. കർത്താവേ, എൻ്റെ അശുദ്ധ വികാരങ്ങളുടെ മേൽ ജയം തരാനാണ്, നിയന്ത്രണമില്ലാത്ത അമിതാവേഗത്തിൻ്റെ മേൽ എനിക്ക് ജയം തരാനാണ്. കർത്താവേ, നിയന്ത്രണമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ ഒരു കടിഞ്ഞാൻ ഇടാനാണ് നീ ഈ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ വയ്യാത്തതുപോലെ എൻ്റെ ജീവിതത്തിൽ അനേകം തിന്മകളുണ്ട്. അനേകം തിന്മകൾ, അത്യാഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ, മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ, മലിനമായ മോഹങ്ങൾ, കർത്താവെ പുറത്തു പറയാൻ ലജ്ജിക്കുന്നതായ ചില സ്വഭാവങ്ങൾ എല്ലാം എൻ്റെ ജീവിതത്തിലുണ്ട്. അതിലെല്ലാം എനിക്ക് ജയം തരാൻ അവിടുന്ന് ക്രൂശിൽ മരിച്ചു. സ്തോത്രം. അവിടെ തോൽവി അടഞ്ഞവനെ പോലെ കിടന്നു, പരാജയപ്പെട്ടവനെ പോലെ കുരിശിന്മേൽ കിടന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മുഖത്തുപെട്ടു. എന്തിന് മോനെ? എന്തിന്? നിന്നെ ജയിപ്പിക്കാൻ. സ്തോത്രം. എന്നെ ജയിപ്പിക്കാൻ, എനിക്ക് ജയം തരാൻ, നിങ്ങൾക്ക് ജയം തരാൻ. ഇന്ന് യേശു ജീവിക്കുന്നു. ഇന്നും ആ യേശു നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. ആ യേശുവിൻ്റെ അരികത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. എന്തിന് യേശു വന്നു? ജയം തരാൻ യേശു വന്നു. ജയക്കൊടി നാട്ടാൻ യേശു വന്നു. നിൻ്റെ മുട്ടക്കുന്നിന്മേൽ കൊടിയുയർത്തി ജയക്കൊടി നാട്ടാൻ യേശു വന്നിരിക്കുന്നു. നിൻ്റെ മുട്ടക്കുന്നായ ഹൃദയത്തിൽ, നിൻ്റെ മുട്ടക്കുന്നായ നിൻ്റെ ഭവനത്തിൽ, മുട്ടക്കുന്നായ നിൻ്റെ സമൂഹത്തിൽ കൊടിയുയർത്താൻ യേശു വന്നിരിക്കുന്നു. യേശു വന്നിരിക്കുന്നത് കൊടിയുയർത്താനാണ്, ജയക്കൊടി നാട്ടാനാണ്, വിജയ വൈജയന്തി ചൂടിക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മുഖത്തുപെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശരിയല്ലേ? കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു. ആരും തുണങ്ങുന്നില്ല. ആരും തുണങ്ങുന്നില്ല. എല്ലാവരും വിട്ട് ഓടിപ്പോയി.
കർത്താവിൻ്റെ ചേർന്നിരുന്ന പത്രോസ്ലീഹായും ഓടിപ്പോയി. എല്ലാവരും ഓടിപ്പോയി. അത്രയേ ഉള്ളൂ. നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് അത്രയ്ക്കേ ഉള്ളൂ. എന്നാൽ പത്രോസ് ഒരിക്കൽ പറഞ്ഞു, കർത്താവേ, ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ തള്ളി പറയില്ല. വലിയ ധൈര്യമായിരുന്നു. ചുമ്മാ പറഞ്ഞ ധൈര്യമല്ല, അപ്പോഴങ്ങനെ തോന്നിയത്. അത്ര ഉറപ്പായിരുന്നു. പക്ഷേ സന്ദർഭം വന്നപ്പോൾ ആ ഉറപ്പല്ല, പാളിപ്പോയി. മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയില്ലെന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞതാണ്. നിങ്ങൾ എല്ലാവരും എന്നെ തള്ളി പറയുന്ന കർത്താവ് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഇല്ലില്ല കർത്താവ്, ഞാൻ തള്ളി പറയില്ല. മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയില്ല. കർത്താവ് സഹതാപത്തോടെ പത്രോസിനെ നോക്കി, മോനെ, നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയും. അപ്പോഴെങ്കിലും പത്രോസിന് മനം തിരിയാമായിരുന്നു. അങ്ങനൊരു കർത്താവിൻ്റെ നാവിൽ നിന്നൊരു വചനം കിട്ടിയപ്പോൾ അപ്പോഴെങ്കിലും തിരിഞ്ഞാൽ മതിയായിരുന്നു. അതിനുവേണ്ടിയാണ് കർത്താവ് പറഞ്ഞത്. നീ എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞ് തള്ളി പറയാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്, തള്ളി പറയാൻ വേണ്ടിയല്ല. ഇന്ന് രാത്രി കോഴി കൂവുമ്പേ 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയും. പത്രോസിനപ്പോൾ എൻ്റെ ദൈവം കൽപ്പിച്ച വാക്കാണല്ലോ. എന്തിനാണ് ദൈവം കൽപ്പിച്ചത്? ഞാൻ തള്ളി പറയാനല്ലല്ലോ. എന്തിനാണ് കർത്താവ് എനിക്ക് മുൻകൂട്ടി സൂചന തന്നത്? ഞാൻ ഒരുങ്ങിയിരിക്കാനാണല്ലോ, അപകടം എനിക്ക് വരാതിരിക്കാനാണല്ലോ. ഇല്ല കർത്താവെ, നിൻ്റെ കൃപയാൽ ഞാൻ നന്നായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കഴിവില്ല കർത്താവെ. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ചഞ്ചല ഹൃദയനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് മനസ്സിന് കെട്ടുറപ്പില്ല. നിൻ്റെ കൃപ എനിക്ക് തന്നാൽ ഞാൻ നിന്നെ തള്ളി പറയാതിരിക്കാം. നിൻ്റെ കൃപ എനിക്ക് തരണമേ. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെ താണു കൊടുത്താൽ മതിയായിരുന്നു. പത്രോസ് പറഞ്ഞു, ഇല്ലില്ല കർത്താവേ, നീ പറയും പോലും നല്ല കാര്യം. എനിക്കറിയാൻ പാടില്ല എൻ്റെ അവസ്ഥ എന്താണെന്ന്, എൻ്റെ ഹൃദയം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ലേ. ഞാൻ നിന്നെ തള്ളി പറയില്ല. 3 പ്രാവശ്യമല്ല, ഒരൊറ്റ പ്രാവശ്യം പോലും ഞാൻ തള്ളി പറയില്ല. പക്ഷേ അന്ന് രാത്രി 3 പ്രാവശ്യം പത്രോസ് തള്ളി പറഞ്ഞു. നോക്കൂ, ആ വചനം, കിട്ടിയ വചനം സ്വീകരിച്ചില്ല പത്രോസ്. കിട്ടിയ വചനം കൈക്കൊണ്ടില്ല. കർത്താവ് പറഞ്ഞ വചനം അത് സത്യമാണെന്ന് വിശ്വസിച്ചില്ല. തള്ളി പറയുമെന്ന് പറഞ്ഞ കർത്താവ് തള്ളി പറയാൻ വേണ്ടി അല്ല അത് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ജീവിതത്തിൽ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും കർത്താവിൻ്റെ കൃപയിൽ ചാരുവാനും ദൈവം കൊടുത്തത് നല്ല അവസരമായിരുന്നു. ആ അവസരം ഉപയോഗിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ജയിപ്പിക്കാൻ കർത്താവ് വന്നിട്ടുണ്ട്. നാളെ വരെയുള്ള ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ പരാജയമടഞ്ഞവരാരെല്ലാം ഉണ്ട്. പരീക്ഷയിൽ തോറ്റവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഡിഗ്രിക്ക് തോറ്റവരാരെങ്കിലും ഉണ്ടോ? എൻട്രൻസ് ടെസ്റ്റ് കിട്ടാതെ പോയവരാരെങ്കിലും ഉണ്ടോ? നിരാശപ്പെടരുത്, ഒരിക്കലും നിരാശപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിരാശ നമ്മുടെ ആയുധമല്ല. നമ്മുടെ ആയുധം പ്രത്യാശയാണ്. ഞാൻ ജയിക്കും, ഞാൻ എത്ര പ്രാവശ്യം തോക്കുന്നുള്ള വിഷയമല്ല. ഞാൻ ജയിക്കുന്നവരെയും ഞാൻ പരീക്ഷ എഴുതും. എത്ര പ്രാവശ്യം തോറ്റാലും ഞാൻ പരീക്ഷ എഴുതും. അങ്ങനെ ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഹൃദയത്തിൽ വരണം. ഫേം ഡിസിഷൻ, ആർഡൻ ഡിസിഷൻ നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. ഞാൻ ജയിക്കുന്നവരെയും ഞാൻ പരീക്ഷ എഴുതും, ജയിക്കുന്നവരെയും ഞാൻ അടരാടും, ഞാൻ യുദ്ധം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഇങ്ങനൊരു വലിയ കാഴ്ചപ്പാട് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ഞാൻ ജയിക്കും, കാരണം എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ട്, അവൻ എന്നെ ജയിപ്പിക്കും. ഈ ഉറപ്പ് നോക്കില്ലാത്തതാണ് കുഴപ്പം. നിങ്ങളുടെ പരീക്ഷ മാത്രമല്ല, അനേകം കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ, നിങ്ങളുടെ ഭൗതികമായ അനേകം കാര്യങ്ങൾ, പലതിൽ നിങ്ങൾ പരാജയപ്പെട്ടവരാണ്. നിങ്ങൾ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എനിക്കതിനെ നേരിടാനുള്ള പ്രാപ്തിയില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങളെ ജയിപ്പിക്കാൻ കർത്താവ് യേശുക്രിസ്തുവിന് കഴിയും. അതിനുകൊണ്ടാണ് കർത്താവ് എന്ന് പറയുന്നത്. വെറുതെ കർത്താവ് ഒരു വാക്ക് പറയില്ല. കർത്താവ് നമ്മോട് പറയുന്നത് ഈ വാക്കുകൾ എന്തിനു വേണ്ടി പറയുന്നു? മോനെ, നിന്നെ ജയിപ്പിക്കാൻ ഞാൻ നിൻ്റെ അരികത്തുണ്ട്, നിൻ്റെ കരുത്തിൽ ഞാൻ പിടിച്ചുകൊള്ളാം. നീ വീഴാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ പിടിച്ച് നിർത്തിക്കൊള്ളാം. അഥവാ നീ വീഴാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ നിന്നെ നിലംപരിചാകാതെ പിടിച്ച് ഉയർത്തിക്കൊള്ളാം. നീ പേടിക്കണ്ട. ഞാനാണ് നിൻ്റെ ദൈവം, ഞാനാണ് നിൻ്റെ രക്ഷകൻ, ഞാനാണ് നിൻ്റെ വീണ്ടെടുപ്പുകാരൻ, ഞാനാണ് നിൻ്റെ നാഥൻ, ഞാനാണ് നിൻ്റെ ഉടയവൻ. ഞാൻ നിന്നെ കൈവിട്ട് കളയുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. സ്തോത്രം. ആർക്കായി വാഗ്ദത്വം? എല്ലാവർക്കും അല്ല. ക്രിസ്തുവിൽ വിശ്വസിച്ച്, ക്രിസ്തുവിൽ ആശ്രയിച്ച്, ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവർക്കാണ് ഈ വാഗ്ദത്വം. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഒരു തോൽവി നിനക്ക് വന്നെങ്കിലും അത് നന്മയ്ക്കാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. ഒരു പ്രശ്നം നിനക്ക് നേരിടേണ്ടി വന്നാലും അതും നന്മയ്ക്കാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. ഒരു പ്രതിസന്ധി നിൻ്റെ ജീവിതത്തിൽ വന്നാൽ അതും നന്മയ്ക്കാക്കി കർത്താവ് മാറ്റിത്തരും. ആത്യന്തിക നന്മയ്ക്ക്. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ഫോർ ദോസ് ഹു ലവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കാക്കി തീർക്കും. എല്ലാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന നാം അറിയുന്നു. നന്മയ്ക്കാക്കി തീർക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കൂ, ഒരു ദൈവം ജീവിക്കുന്നുണ്ട്, ക്രിസ്തു ജീവിക്കുന്നുണ്ട്.
ക്രിസ്തുവിൻ്റെ ഹൃദയം കാണുന്നുണ്ട്. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. മറക്കരുത് നിങ്ങൾ, യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ യേശു വ്യക്തിപരമായി അറിയുന്നുണ്ട്. എൻ്റെ പ്രശ്നം കാണുന്നുണ്ട്. എൻ്റെ ബലഹീനത അവൻ അറിയുന്നുണ്ട്. അവൻ എന്നോട് സഹതാപമാണ്, എന്നോട് ദേഷ്യമല്ല. ഞാൻ ചിലപ്പോൾ തോറ്റു പോകുന്നതുകൊണ്ട് എന്നോട് ഇറക്കുറയുകയല്ല കർത്താവ്. ഞാൻ ചിലപ്പോൾ തോറ്റുപോയല്ലോ എന്നുള്ളതുകൊണ്ട് എന്നെ ഇറക്കി വിടുകയല്ല കർത്താവ്. നീ ഇനി നിൽക്കണ്ട, എൻ്റെ കൂടെ നിൽക്കണ്ട, എൻ്റെ കൂട്ടായ്മയിൽ നീ വരണ്ട എന്ന് കർത്താവ് പറയുന്നില്ല. ഞാൻ തോറ്റുപോയി, ശരി, പക്ഷേ എന്നെ പിന്നെയും ചേർത്തണയ്ക്കുവാൻ എൻ്റെ ആ തൃക്കരം നീട്ടുകയാണ്. എന്നെ ചേർത്തണയ്ക്കാനാണ് അവൻ കൈ നീട്ടുന്നത്. ആ സ്നേഹത്തിൻ്റെ അത്ഭുത വചനങ്ങൾ നിങ്ങൾക്ക് തരികയാണ്, സ്നേഹത്തിൻ്റെ വചനങ്ങൾ. നിൻ്റെ നാമത്തിൽ ഞാൻ ജയക്കൊടി നാട്ടും. ഞാൻ ആനന്ദഘോഷത്തോടെ ഉല്ലസിച്ച് ദൈവത്തിന് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ പ്രാണൻ അത്യന്തം സന്തോഷിക്കും, എൻ്റെ ശരീരം ആനന്ദിക്കും, എൻ്റെ നാവ് ഉല്ലസിക്കും, സന്തോഷധ്വനികളിൽ നിന്ന് പുറപ്പെടും. സ്തോത്രം. വാക്യം 20-ാം സങ്കീർത്തനം 5-ാം വാക്യം. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. 20-ാം സങ്കീർത്തനം കാണാൻ പഠിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. യഹോവ നിൻ്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിലെ നീ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം തരാൻ ദൈവം ശക്തനാണ്. എന്തെല്ലാമാണ് നിനക്ക് ചോദിക്കാനുള്ളത്? രൂപകാരി ആലോചന വരുന്നു. നിങ്ങളുടനെ ഒരു ദൈവത്തിലേക്ക് ഓടുകയല്ല വേണ്ടത്. അങ്ങനെ ആലോചന വരുന്നല്ലോ, എന്താ വേണ്ടത്? ആ ദൈവത്തിനറിയാമോ എന്താ വേണ്ടതെന്ന്? നിങ്ങൾ ആലോചിച്ച് കൊള്ളണം. ഞാൻ അങ്ങനെ പറയാറുള്ളൂ, നിങ്ങൾ ആലോചിച്ച് കൊള്ളണം. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ എനിക്ക് നിർവാഹമില്ല. നിങ്ങൾ കൊള്ളാമെന്ന് നിങ്ങൾ ആലോചിക്കൂ, കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് നിങ്ങൾ നടത്തൂ. അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് കഴിവില്ല. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നിങ്ങൾ നടത്തുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആരും ഒരാൾ വിളിച്ചു, സാറേ ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, പുതിയ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്, എന്നെ കർത്താവ് അനുവദിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് അനുവദിക്കുന്നതിന് അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അതിന് പൈസ ഉണ്ടെങ്കിൽ, നല്ല മാർഗമുണ്ടെങ്കിൽ, അതിന് ചുറ്റുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വീട് വയ്ക്കുന്ന നല്ലത് തന്നെ. വീട് വെച്ചോളൂ, അതിനെന്താ കുഴപ്പം? അല്ല സാറേ, അത് കർത്താവ് അനുവദിക്കുന്നു അറിയാൻ വിളിച്ചത്. കർത്താവ് നിങ്ങൾ വീട് വയ്ക്കുന്നതിന് അനുവദിക്കാതിരിക്കുമോ? നിങ്ങൾക്കൊരു നല്ല വീട് കിട്ടുന്ന കർത്താവ് സന്തോഷമല്ലേ? നിങ്ങൾ സുഖമായി ജീവിക്കുന്നതല്ലേ കർത്താവിന് സന്തോഷം? അത് അനുവദിക്കുന്നത് ചോദിക്കുന്നതിന് ബുദ്ധിമോശമാണ്, മണ്ടത്തരമാണ്. വീട് വയ്ക്കാൻ അനുവദിക്കുന്നുണ്ടോ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കതിന് പൈസ ഉണ്ടോ എന്ന് നോക്കണം, അതിനുള്ള വകയുണ്ടോ എന്ന് നോക്കണം. ഒരു ഗോപുരം മുഴുവൻ നശിച്ചാൽ അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് നോക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള വകയൊക്കെ ഉണ്ടോ? അത് നിങ്ങൾക്ക് വഹിക്കാവുന്ന രീതിയിലാണോ കാര്യങ്ങൾ? ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സൗകര്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്ന് കാര്യങ്ങൾ പറയുകയാണ്. ജീവനുള്ള ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏറ്റവും നന്നായി ജീവിക്കാനാണ്, ഏറ്റവും സന്തോഷമായി ജീവിക്കാനാണ്, ഏറ്റവും ശ്രേഷ്ഠമായി ജീവിക്കാനാണ്, ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാനാണ്. നാം ആരും താഴെ നിൽക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മെ ഉയർത്താനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. സംശയിക്കേണ്ട, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും ഉദ്ധരിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിലെ താഴ്ചകളിൽ നിന്ന് ഉദ്ധരിക്കാൻ കർത്താവ് ശ്രമിക്കുന്നു. ആത്മീയ ജീവിതത്തിലും നമ്മുടെ താഴ്ചകളിൽ നിന്ന് ഉദ്ധരിക്കാൻ കർത്താവ് ശ്രമിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ബലഹീനതകളിൽ നിന്ന് ഉദ്ധരിച്ച് നമുക്ക് ജയജീവൻ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ജയജീവൻ തരുന്ന ക്രിസ്തു. ഞങ്ങൾ നിന്റെ നാമത്തിൽ കൊടിയുയർത്തും, ജയത്തിൻ്റെ കൊടിയുയർത്തും. നിന്റെ ജയത്തിൽ ഞങ്ങൾ ഘോഷിച്ചുല്ലസിക്കുന്നു, ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മുടെ പാവങ്ങൾ പണ്ടേ പോലെ പാവം വരാതിരിക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയാമോ? ചീത്ത ചിന്തകൾ വരാതിരിക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണെന്നറിയാമോ? അശുദ്ധ ചിന്തകളൊന്നും വരാതെ നമ്മുടെ ഹൃദയം പരിപാവനമായി സൂക്ഷിക്കാൻ സാധിക്കുമ്പോൾ എന്തൊരു ധൈര്യമാണെന്നോ? വേണ്ടതിനൊന്നും വരുന്നില്ല, അരുതായികളൊന്നും വരുന്നില്ല, ചീത്ത ചിന്തകളൊന്നും വരുന്നില്ല, ആരോടും ഒരു പരിഭവം വരുന്നില്ല, ആരെക്കുറിച്ചൊരു മുഷിച്ചിലില്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്നു, സ്നേഹിക്കുന്നു. എന്തൊരു ശക്തിയാണെന്നോ, എന്തൊരു ധൈര്യമാണെന്നോ! നമുക്ക് നല്ല തലയെടുപ്പോടെ നിൽക്കാം, ജയത്തോടെ നിൽക്കാം, നല്ല കരുത്തോടെ നിൽക്കാം, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കാം. ജയജീവിതം, ജയജീവിതം, വിക്ടോറിയസ് ലിവിങ്, ജയജീവിതം. ഇന്ന് ഈ ജയത്തിൻ്റെ കൊടി നിങ്ങൾ കയ്യിൽ ഏന്തിക്കൊണ്ട് പോകണം. ജയത്തിൻ്റെ കൊടി നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ കർത്താവ് കൊടി കൊണ്ടുവന്നിട്ടുണ്ട്. ജയത്തിൻ്റെ കൊടി ഹൃദയത്തിൽ, ഈ മുട്ടക്കുന്നിന്മേൽ ഈ കൊടി നിങ്ങൾ ഉയർത്തണം. ഹൃദയത്തിൽ ജയത്തിൻ്റെ കൊടി ഉയർത്തണം. ഇതുവരെയും ഞാൻ പരാജയപ്പെട്ടവനാണ് കർത്താവേ, അനേകം കാര്യങ്ങൾ ഞാൻ പരാജയപ്പെട്ടു. ദൈവമേ, ഞാൻ പരാജയപ്പെട്ടവനാണ്, ഞാൻ തോൽവി അടഞ്ഞവനാണ്, തോൽവി അടഞ്ഞവളാണ്. ഒരു വാക്കിൽ പോലും നേരെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും വിശ്വസ്തയോടെ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കർത്താവേ, എൻ്റെ നാവുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു അവയവത്തിൽ നിന്നും മേലും ജയം കിട്ടിയിട്ടില്ല, നിയന്ത്രണം കിട്ടിയിട്ടില്ല.
ഇന്ദ്രിയ ജയമില്ല എനിക്ക്. ഇന്ദ്രിയ ജയം. എന്താണ് ഇന്ദ്രിയ ജയം? അവയവങ്ങളുടെ മേൽ ജയം. ഇന്ദ്രിയ ജയം. ഇന്ദ്രിയം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ 5 ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഓരോ അവയവത്തിന് മേൽ നമുക്ക് നിയന്ത്രണം വേണം. ഈ നാവ് അതിനകത്തൊരു വാക്ക് പറയാൻ പാടില്ല, അതിൽ ജയം കിട്ടണം. ചീത്ത വാക്ക് വരാൻ പാടില്ല, അസഭ്യ വാക്ക് വരാൻ പാടില്ല, മറ്റുള്ളവർ ദുഷിക്കുന്ന വാക്ക് വരാൻ പാടില്ല, ആരെയും തരംതാഴ്ത്തുന്ന വാക്ക് വരാൻ പാടില്ല, ആരെയും വിമർശിക്കുന്ന വാക്ക് വരാൻ പാടില്ല, ആരെയും പരിഹസിക്കുന്ന വാക്ക് വരാൻ പാടില്ല. ഈ നാവ് ക്രിസ്തുവിൻ്റെ നാവാകാൻ വിട്ടുകൊടുത്തതാണ്. എന്താണ് സമർപ്പണം? എൻ്റെ ഈ നാവ് യേശു ക്രിസ്തുവിൻ്റെ നാവാകാൻ ഞാൻ വിട്ടുകൊടുത്തു. ക്രിസ്തുവിന് സംസാരിക്കാം. എൻ്റെ ഈ നാവ് എടുത്ത് കർത്താവിന് സംസാരിക്കാം. 2000 കൊല്ലം മുൻപ് കർത്താവായ യേശുവിൻ്റെ നാവ് നിശബ്ദമായി പോയില്ലേ? അന്ന് ക്രൂശിന്മേൽ കിടന്ന് പിതാവേ എൻ്റെ ആത്മാനത്തക്കയിലേക്ക് ഞാൻ പരിമേൽപ്പിക്കുന്നതെന്ന് 7ാമത്തെ തിരുമൊഴി പറഞ്ഞതിന് ശേഷം ആ നാവ് ശാരീരികമായി ആ നാവ് നിശബ്ദമായി പോയി. പിന്നീട് ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധാത്മാവിനെ സംസാരിച്ചു, ശരി, പക്ഷേ ആ നാവ് നിശബ്ദമാണ്. ഇന്ന് ഈ ലോകത്തിൻ്റെ ദിഗന്ധങ്ങളിൽ ദൈവത്തിന് വചനം എത്തിക്കുന്നത് അത് എൻ്റെ യേശുവിൻ്റെ നാവായിത്തീരാൻ എൻ്റെ നാവ് ഞാൻ വിട്ടുകൊടുത്തതുകൊണ്ടാണ്. സ്തോത്രം. അതാണ് നിങ്ങൾ പറയേണ്ടത്. ഈ നാവ് യേശുവിന് ഞാൻ വിട്ടുകൊടുത്തു. ഇത് അരുതാത്തൊരു വാക്ക് പറയാൻ പാടില്ല, കോപിച്ച് സംസാരിക്കാൻ പാടില്ല, ശാപവാക്ക് പറയാൻ പാടില്ല, പിരാകുന്ന വാക്ക് പറയാൻ പാടില്ല. ഈ നാവിന്മേലേക്ക് ജയം വേണം. എൻ്റെ ഇന്ദ്രിയങ്ങളുമേലേക്ക് ജയം വേണം. ഓരോ നോക്കൂ. എൻ്റെ കണ്ണിന്മേലേക്ക് ജയം വേണം. ചീത്ത പടങ്ങളിൽ കണ്ണ് കാണാൻ പാടില്ല. ആരെല്ലാം കാണിച്ചു തന്നാലും കാണാൻ പാടില്ല. റാഗി ചെയ്യാൻ കൂട്ടുകാരെ വിളിച്ച്, സീനിയേഴ്സ് വിളിച്ച് ഞാൻ റാഗി ചെയ്യാൻ തുടങ്ങുമ്പോഴും എനിക്ക് ചീത്ത പടങ്ങളോ ചീത്ത പ്രവൃത്തികളോ കാണിച്ചു തന്നാൽ അയ്യോ എന്നോട് പറയല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കരയണം. ദൈവത്തിന് സ്തോത്രം. വയ്യ എനിക്കെന്ന് പറയണം. എന്നെക്കൊണ്ട് വയ്യ, അയ്യോ എന്നോട് പറയല്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവിന് സ്തോത്രം. ഓരോ അവയവത്തിന്മേൽ ചെയ്യാം. ഈ കൈ അരുതാത്ത തൊടാൻ പാടില്ല. ഈ കൈ ഇത് യേശുവിൻ്റെ കൈയായി ഞാൻ സമർപ്പിച്ചതാണ്. യേശുവിൻ്റെ കൈകളൊന്നും നിശ്ചലമായിപ്പോയി. 2000 വർഷം മുൻപ് യേശുവിൻ്റെ കൈ നിശ്ചലമായിപ്പോയി. അന്ന് കുരുടൻ്റെ കണ്ണിൽ തൊട്ട കൈ നിശ്ചലമാണിന്ന്. കർത്താവേ, അന്ന് പത്രോസിനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത കൈ നിശ്ചലമായിപ്പോയി, ചലിക്കുന്നില്ല. എൻ്റെ കർത്താവേ, നാഥ, അന്ന് കർത്താവായ യേശുവേ, നീ അന്ന് കുഷ്ഠരോഗിയെ തൊട്ട കരമുണ്ടല്ലോ, ആ കരം ഇന്ന് ചലിക്കുന്നില്ല. കാരണം അത് ക്രൂശിക്കപ്പെട്ടു കടന്നുപോയി. എന്നാൽ ഇന്ന് നാഥ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിനക്ക് വേണ്ടി സ്പർശിക്കാൻ, നിനക്ക് വേണ്ടി വിട്ടുതരുന്നു ഈ കരം. നാഥ, ഇത്രയും കാലം കർത്താവെ അരുതാത്ത് ചെയ്ത കരമാണ്, ഭാര്യയെ തല്ലിയ കരമാണ്, ഭർത്താവിനെ വേദനിപ്പിച്ച കരമാണ്. കർത്താവെ, ഈ കരം അപ്പനെ വെമ്പരപ്പെടുത്തിയ കരമാണ്, എൻ്റെ മക്കളെ ആവശ്യമില്ലാതെ ഉപദ്രവിച്ച കരമാണ്. കർത്താവെ, എൻ്റെ വിദ്യാർത്ഥികളെ ഒരു കാരണമില്ലാതെ അവരെ ഉപദ്രവിച്ച കരമാണ്. കർത്താവെ, ഈ കരം തെറ്റുകൾ പറ്റിയ കരമാണ്. യേശുവേ, അത് നിനക്കിതാ വിട്ടുതരുന്നു. ഇങ്ങനെ സമർപ്പിച്ച് കഴിഞ്ഞതുകൊണ്ട് ഈ കരം ഇനി തെറ്റ് ചെയ്യാൻ പാടില്ല. ഇത് യേശുവിൻ്റെ കരമായിപ്പോയി. സ്തോത്രം. എന്തു പറയും നിങ്ങൾ? യേശുവിൻ്റെ കരമായിപ്പോയി, യേശുവിൻ്റെതായിപ്പോയി. യേശു എന്ത് ചെയ്യും? അതേ കൈ ചെയ്യുള്ളൂ. എവിടെയെല്ലാം ചെന്ന് പിടിച്ചതാണ് ഈ കൈ. ചിന്തിച്ചു നോക്കൂ, ഈ കൈ എവിടെയെല്ലാം ചെന്ന് പിടിച്ചതാണ്. കർത്താവ്, അയ്യോ വയ്യായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു സ്ത്രീ നിങ്ങളുടെ അരികത്ത് വന്നാൽ നിങ്ങളുടെ കൈ നീട്ടിയാൽ എത്തുന്നതിനപ്പുറത്ത് സ്ത്രീയെ നിർത്തണം. ദൈവത്തിന് സ്തോത്രം. ഒരു അന്യ സ്ത്രീ എടുത്ത് വന്നാൽ നിങ്ങളുടെ കൈ, നിങ്ങളുടെ ഭാര്യ അല്ലാതെ വേറെ ആരെങ്കിലും എടുക്കുക വന്നാൽ നിങ്ങളുടെ കൈ നീട്ടിയാൽ എത്തുന്നതിനപ്പുറത്ത് ആ സ്ത്രീയെ നിർത്തണം. പുരുഷന്മാരും അങ്ങനെ തന്നെ. എപ്പോഴും നോക്കണം. നിങ്ങൾ അങ്ങനെ ചില നിഷ്ഠകൾ നിങ്ങൾക്ക് വേണം, ചില പ്രതിഷ്ഠകൾ നിങ്ങൾക്ക് വേണം. കാരണം ഇത് യേശുവിന് കൊടുത്തുപോയി ഈ കാര്യം. അതാണ്, ഇത് വിറ്റുപോയി. എൻ്റെ അല്ല ഇപ്പോഴത്. സ്തോത്രം. ഇത് വിറ്റുപോയി. ഈ കയ്യെ വിറ്റുപോയി. കർത്താവിന് കൊടുത്ത വിലയോ തൻ്റെ സ്വന്തം ജീവൻ, സ്വന്തം രക്തം കൊടുത്ത് കർത്താവ് വിലയ്ക്ക് വാങ്ങിപ്പോയി. എൻ്റെ അല്ല ഇത്. ദൈവത്തിന് സ്തോത്രം. ഓരോ അവയവം നോക്കണം. ഇന്ദ്രിയ ജയം, ജയജീവിതം. എന്നെ ജയിപ്പിക്കാൻ കുരിശിൽ തിരുരക്തം ചിന്തിയ രക്ഷക, ഇപ്പോൾ നീ എൻ്റെ അരികത്തേക്ക് വന്ന് ആ ആണിപ്പാളുടെ കരൻ്റെ തലമേൽ വെക്കാമോ? കർത്താവേ, ഇപ്പോൾ നിൻ്റെ ആ തിരുരക്തം കരൻ്റെ തലയിൽ നിന്ന് വെക്കാമോ? യേശുവേ, നീ എന്നെ വിളിച്ച് കൂട്ടിയല്ലോ. ഇന്ന് നിൻ്റെ മാലാഖമാരി അയച്ച് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നീ പുറപ്പെടുവിച്ച് ഇവിടെ കൊണ്ടുവന്നല്ലോ. ഇന്ന് എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് നീ പുറപ്പെടുവിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയല്ലോ. നിൻ്റെ മാലാഖമാരനെ കൈ പിടിച്ച് കൊണ്ടുവന്നല്ലോ. കർത്താവേ, ഇന്ന് എന്നെ വെറും കൈയായി അയക്കല്ലേ. യേശുവേ, നിൻ്റെ കരം എന്നെ പിടിക്കണമേ. ഇന്ന് എൻ്റെ കരത്തിൽ പിടിച്ച് എന്നെ ജയാളിയാക്കി തീർക്കണമേ, ജയവീരനാക്കി തീർക്കണമേ, ജയഘോഷ യാഗങ്ങൾ അർപ്പിക്കാൻ തൊക്കെ യോഗ്യനാക്കി തീർക്കണമേ. കർത്താവിൽ സന്തോഷിച്ച് ഉല്ലസിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. ജയജീവിതത്തിൻ്റെ സാക്ഷ്യത്തോടെ ജീവിപ്പാൻ കർത്താവെ മൊട്ടക്കുന്നിന്മേൽ ജയക്കൊടി നാട്ടുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. എൻ്റെ മൊട്ടക്കുന്നായ ജീവിതത്തിൽ, നശിച്ചുപോയ ജീവിതത്തിൽ, തകർന്നുപോയ ജീവിതത്തിൽ
എല്ലാം നാനാവിധമായി പോയ ജീവിതത്തിൽ ഈ മൊട്ടക്കുന്നിന്മേൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഈ മൊട്ടക്കുന്നിന്മേൽ ജയത്തിൽ കൂടി നീ നാടി തരണമേ നാഥ. നിൻ്റെ കാര്യം എന്നെ പിടിക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, എന്നോട് നീ മനസ്സലിയണമേ, നിൻ്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. കഴിഞ്ഞു പോയ പാവങ്ങൾ, കഴിഞ്ഞകാല ജീവിതത്തിലെ പാവങ്ങളെല്ലാം ക്ഷമിക്കണമേ, എൻ്റെ പാവങ്ങളെല്ലാം പൊറുക്കണമേ നാഥ. ഞാൻ അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ പലതും വന്നുപോയി കർത്താവേ. എൻ്റെ ദൈവമേ, പലതും സംഭവിച്ചു പോയി. ചിലതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് വീണുപോയി, ചിലത് അറിയാതെയും തെറ്റിൽ വീണുപോയി കർത്താവേ. എനിക്കിന്ന് മനസ്താപിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിവില്ലല്ലോ നാഥ. നിൻ്റെ കരുണയുടെ സിംഹാസന മുമ്പിലേക്ക് ഞാനിതാ വരുന്നു, നിൻ്റെ കരുണയുടെ പാദമെടുത്തെങ്കിലേക്ക് ഞാനിതാ വരുന്നു, സ്നേഹത്തിൻ്റെ വലിവെടുത്തെങ്കിലേക്ക് ഞാനിതാ വരുന്നു, ആ ഗോകുൽത്തായാലെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാനിതാ വരുന്നു. തിരക്തം ഒലിച്ചൊലിച്ചിറങ്ങുന്ന കുരിശിൻ്റെ ചുവട്ടിൽ ഞാനിതാ വീണ് കിടന്ന് കരയുന്നു നാഥ. എന്നോട് മനസ്സിലായണമേ. ഒന്ന് മാത്രം എന്നോട് പറയുന്നു, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കും, ഇന്നു മുതൽ പാപം തൊടാതെ ഞാൻ ജീവിക്കും, ഇന്നു മുതൽ യേശുവിൻ്റെ വകയായി ഞാൻ ജീവിക്കും, യേശുവിന് സാക്ഷിയായി ഞാൻ ജീവിക്കും, ഇന്നു മുതൽ ജയാളിയായി ഞാൻ ജീവിക്കും. യേശുവേ, ജയക്കൊടി എൻ്റെ കരുത്തിൽ തരണമേ, എൻ്റെ കരുത്തിൽ നിൻ്റെ ജയക്കൊടി തരണമേ. ആ ജയക്കൊടി എൻ്റെ ഹൃദയത്തിൽ നിന്ന് നാട്ടണമേ കർത്താവേ. ഈ ഒട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തണമേ, ജയക്കൊടി നാട്ടണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. നിങ്ങൾക്കങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പറയാം, യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി രക്തം ചിന്തിയതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, എന്നെ ഈ സമർപ്പണത്തെ നീ സ്വീകരിക്കണമേ, എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വർഗത്തിന്റെ അവകാശിയാക്കി തീർക്കണമേ, എന്റെ മേലുള്ള പാവങ്ങളൊക്കെ കഴുകത്തരണമേ, തിരു രക്തത്തിന്റെ മുദ്ര എനിക്ക് തരണമേ. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്താം. ഇപ്പോൾ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യും. തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്ന് ജയക്കൊടി അനേകരുടെ കരുത്തുകളിലേക്ക് അവിടെ കൊടുത്തതിനായി സ്തുതിക്കുന്നു. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തിയതിനായി തന്നെ സ്തുതിക്കുന്നു. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവാനുള്ളതായി ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതിനായി തന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് പറഞ്ഞു വിടണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.